Yes, hello, good evening, all. I think this live session has started. It's me, Harish, from Let's Update Language Academy, back with yet another interesting case note discussion with a model answer. നമ്മളെല്ലാ ആഴ്ചയും ചെയ്യുന്നതുപോലെ വീണ്ടും മറ്റൊരു എക്സാമിനേഷന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എക്സാം പാറ്റേൺ കേസ് നോട്ടും അതിൻ്റെ ഒരു മോഡൽ ആൻസറുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ഇൻ ഫാക്ട് കേസ് നോട്ട് നമ്പർ 25. സോ 25ാമത്തെ അല്ലേ 25 കേസ് നോട്ട്സ് നമ്മളിപ്പോൾ സോഫാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ദിസ് പോയിന്റ് ഓഫ് ടൈം. കാരണം ഈ പറയുന്ന പോലെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ അക്കാഡമി പഠിക്കുന്നതും അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ലൈവ് സെഷൻസ് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീഡിങ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലൈവ് സെഷൻസ് എല്ലാ ആഴ്ചയും മുടങ്ങാതെ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് വിൽ കീപ് ഓൺ സപ്പോർട്ടിങ് യു. യെസ്, ഗുഡ് ഈവനിങ് കൃഷ്ണോണി, അതുല്യ ഗുഡ് ഈവനിങ്. യെസ്, രചന ഗുഡ് ഈവനിങ്. ഇപ്പം എല്ലാവരും ജോയിനായി വരുന്നുള്ളൂ. അതൊരു 2-3 minutes വെയിറ്റ് ചെയ്തിട്ട് കേസ് നോട്ട് ഡിസ്കഷനിലേക്ക് പോകാവുന്നതാണ് അല്ലേ? ഓക്കെ, ഫൈൻ. ഗുഡ് ഈവനിങ് അനീഷ സാം, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ നല്ല മഴയൊക്കെയാണ്, വീണ്ടും മറ്റൊരു മഴക്കാലം വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. സോ ഒരു ചെറിയ അൺസർട്ടനിറ്റി ഉണ്ട്, മഴയുടെ ഒരു നല്ല കാറ്റ് മഴയൊക്കെയാണ് പുറത്ത്. സോ ബട്ട് സ്റ്റിൽ നമുക്ക് മാക്സിമം ലൈവ് സെഷൻ വേറെ ഇൻ്റർഫറൻസ് ഒന്നും ഇല്ലാതെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ഒരുപാട് അല്ലേ 25ാമത്തെ കേസ് നോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഈ 25 കേസ് നോട്ട്സിലും ഓരോരോ പുതുമകളുണ്ടായിരുന്നു. ഓരോ കേസ് നോട്ട്സിലും അല്ലെ നമ്മൾ പറഞ്ഞല്ലോ എക്സാമിന് വന്ന ഇതിന് മുമ്പുള്ള തൊട്ടടുത്ത ഡേറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള മാസങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലോ ആയിട്ടുള്ള കഴിഞ്ഞ കുറേ ഡേറ്റുകളിലെ എക്സാമിനേഷൻ OET കുട്ടികളോട് ചോദിക്കുന്ന എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ രീതിയിൽ ഫോം ചെയ്ത് കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള സാമ്പിൾ ലെറ്റേഴ്സാണ് നമ്മളെ ലൈവായിട്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സോ ഒരുപാട് ഈ പറയുന്നത് പോലെ കേസ് നോട്ട്സ് പ്രാക്ടീസ് ചെയ്തതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? ഒരു എക്സാം എന്ന് പറയുമ്പോൾ OET, IELTS പോലെയുള്ള ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് ആണ്. തീർച്ചയായിട്ടും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഇപ്പോൾ OET ഇപ്പോൾ നിങ്ങൾ OET ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ ഒരുപാട് മോഡൽ കേസ് നോട്ട്സും ആൻസറും ഉണ്ട്. ഇപ്പോൾ ലയണൽ രാമമൂർത്തിയുടെ ആയിക്കോട്ടെ, ഗെറാൾഡ് ബേക്കറിൻ്റെ ആയിക്കോട്ടെ, പീറ്റർ ഡൻബാർ ആയിക്കോട്ടെ, യു ക്യാൻ സീ മിനിമം 5 കേസ് നോട്ട്സ് ഫ്രം ഈച്ച് പ്രൊഫഷൻ. ആ ഒരു കേസ് നോട്ടിൻ്റെ ഡിഫിക്കൽട്ടി ലെവലോ ആ ഒരു പാറ്റേണോ അല്ല അവരിപ്പോൾ ആക്ച്വലി ഫോളോ ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ് വാസ് അപ്ലോഡഡ് ബാക്ക് ഇൻ 2019 ഓർ സംതിങ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒഫീഷ്യൽ സൈറ്റിൽ OETയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കേസ് നോട്ട്സ് പോലും അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. OET തന്നെ അത് ഒരുപാട് മാറുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് വളരെയധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സ്പീക്കിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആ പാറ്റേൺ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ യു ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർഷങ്ങൾ പഴക്കമുള്ള മെറ്റീരിയൽസ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിട്ട് മാറാം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കുട്ടികളും OET പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും OET ആയിക്കോട്ടെ, IELTS ആയിക്കോട്ടെ, പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. മെറ്റീരിയൽസ് ഈസ് ദാറ്റ് വാട്ട് മാറ്റേഴ്സ്. മെറ്റീരിയൽസ്, ക്വാളിറ്റി ട്രെയിനിങ്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് എന്ത് പറഞ്ഞാലും അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ ഈ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 25ാമത്തെ കേസ് നോട്ടാണ്. നമ്മുടെ 24 ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എല്ലാ ലൈവ് സെഷൻസിലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടേതായ മെറ്റീരിയൽസ് ആണ്, എക്സാം ഓറിയൻറ്റഡ് മെറ്റീരിയൽസ് ആണ്. സോ അത് വളരെയധികം കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത് മാക്സിമം നിങ്ങൾ ലൈവ് സെഷൻ ഫസ്റ്റ് ടൈം കാണുന്ന കുട്ടികളാണെങ്കിൽ
നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഇത് ഒരുപാട് ബെനിഫിഷ്യൽ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ യെസ്, ഗുഡ് ഈവനിങ് പ്രിയങ്ക, ഗുഡ് ഈവനിങ് അഞ്ജന, ഹായ്. യെസ്, ഗുഡ് ഈവനിങ് അഞ്ജന, ഹണി, ഗുഡ് ഈവനിങ് സാന്ദ്ര, ഗുഡ് ഈവനിങ് മീര, ഹലോ. യെസ്, ഹായ്, ഹലോ. യെസ്, എല്ലാവരും പയ്യെ ജോയിനായി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വിതൗട്ട് വേസ്റ്റിംഗ് ടൈം സെഷനിലേക്ക് പോവാം കേട്ടോ. വെൽ, സോ കേസ് നോട്ട് നമ്പർ 25. സോ 25ാമത്തെ കേസ് നോട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡെവലപ്ഡ് ബൈ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ് യൂഷ്വൽ, മൂവിംഗ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. Using the information in the case notes, write a letter to Miss Bond, Community Rehabilitation Center, dash dash, that is given, outlining patient's ongoing treatment and needs. So this is a writing task given. എന്താണ് കൊടുത്തിരിക്കുന്നത്? Write a letter to Miss Bond. എന്ത് ലെറ്റർ ആണെന്ന് പറയുന്നില്ല അല്ലെ. This is just given, write a letter to. We do not know whether it is a transfer letter, discharge letter, referral letter. We have to explore those things. To Miss Bond, Community Rehabilitation Center. So I think the receiver of the letter is in a rehabilitation center. So we might be writing this letter as a transfer. We'll see. Transfer ആയിരിക്കാം. നമുക്ക് നോക്കാം അല്ലേ. Outlining patient's ongoing treatment and needs. So that's all given. Miss Bond, Community Rehabilitation Center, for ongoing treatment and needs. Ongoing treatment and needs ആയതുകൊണ്ട് തന്നെ it can be a nurse in this rehabilitation center. Rehab സെന്ററിലേക്ക് നമ്മൾ യൂഷ്വലി പേഷ്യന്റിനെ നമ്മൾ റെഫർ ചെയ്യാറില്ല. ആൻഡ് സംടൈംസ് ഇഫ് ദി പേഷ്യന്റ് വാസ് ഓൾറെഡി എ റെസിഡന്റ് ഇൻ ദ റീഹാബ് സെന്റർ, ഒരു പക്ഷേ നമുക്ക് നോൺ കേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഡിസ്ചാർജ് ബാക്ക് ചെയ്യാം. സോ ദാറ്റ് ഇസ് എ പോസിബിലിറ്റി. എയ്തർ ഇറ്റ് ക്യാൻ ബി എ ഡിസ്ചാർജ് ലെറ്റർ if this patient was already a resident in this rehab center, or the next chance is a transfer, maybe transfer from a hospital or something. Anyway, we will see whether it is a transfer letter or discharge letter, but the possibility of referral letter is very low because it is for ongoing care and management. For ongoing care and management, we do not have to actually refer this patient to a nurse in a rehab center. That is not that possible. That is something that we do not actually see. Yes, Lenny, good evening. Lenny, Neemsak, Francis, good evening. Yes, good evening all. Okay, so എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം. സോ ഇവിടെ നമുക്ക് കുറെ ഗസ് വർക്കുകൾ റീഡർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഓൺഗോയിങ് കെയർ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇറ്റ് വിൽ ബി ഫോർ എന്താ പറയുക, നേഴ്സോ മാനേജറോ ഡയറക്ടറോ ഒക്കെ ആയിരിക്കാം. റിഹാബ് സെന്റർ ആണ് റിസീവർ. ഓൺഗോയിങ് കെയർ, വി ആർ നോട്ട് ഷുവർ വെദർ ഇറ്റ് ഈസ് എ നോൺ കേസ് ഓർ അൺനോൺ കേസ്. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ഈ റീഹാബ് സെന്ററിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഓൾറെഡി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എ നോൺ കേസ്. ബട്ട് ഇഫ് ദിസ് പേഷ്യന്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്, ഇറ്റ് ഈസ് ലൈക്ലി ടു ബി, ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി ആൻ അൺനോൺ കേസ്. സോ വി ആർ നോട്ട് ഷുവർ വെദർ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ലെറ്റർ. കാരണം കേസ് റൈറ്റിംഗ് ടാസ്കിൽ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. ട്രാൻസ്ഫർ ലെറ്റർ ആണെന്നോ ഡിസ്ചാർജ് ലെറ്റർ ആണെന്നോ പറയുന്നില്ല. നോൺ കേസ് ആണെന്നോ അൺനോൺ കേസ് ആണെന്നോ മനസ്സിലാക്കാനുള്ള ഹിന്റുകളില്ല. റീഡറിനെ പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓൺഗോയിങ് കെയർ ആൻഡ് മാനേജ്മെന്റും റീഹാബ് സെന്ററിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. സോ ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുന്നത് ഓൺഗോയിങ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് റീഡർ എന്തായാലും നേഴ്സ്, മാനേജർ, ഡയറക്ടർ കാറ്റഗറി ഓഫ് ആളുകളായിരിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ റെഫറലാണോ ട്രാൻസ്ഫർ ആണോ ഡിസ്ചാർജ് ആണോ എന്നുള്ള കാര്യങ്ങളും നോൺ അൺനോൺ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തതയില്ല. സോ വി ഹാവ് ടു എക്സ്പ്ലോർ ഓൾ ദോസ് തിങ്സ്. Yes, Alina, yes, good evening. Good evening all. Yes, fine. So again, plan no, monitor medication. So the patient has got some medications, that's why we have to monitor those. Suspected fall risk. So the patient is prone to fall. വീഴാൻ സാധ്യത ഉള്ള ഒരാളാണ്, അതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്നു. Encourage transition frame to stick. So transition frame നിന്ന് സ്റ്റിക്കിലേക്ക് എൻകറേജ് ചെയ്യണമെന്ന് പറയുന്നു. വെയിറ്റ് ബിയറിംഗ്. OT home assessment, occupation therapy home assessment gradually following discharge, home arranged. So ഒരു ഇൻഫർമേഷൻ ആണ്. OT home reassessment gradually following discharge, home. കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. എന്താണ് OT, occupation therapy reassessment gradually following discharge, home arranged എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഫോളോയിങ് ഡിസ്ചാർജ് ഹോം. അപ്പോൾ ഇവിടെ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുകയാണോ? വി ആർ നോട്ട് ഷുവർ. ഇവിടെ റീഹാബ് സെന്ററിലേക്ക്
ആണ് ലെറ്റർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ പറയുന്നു പേഷ്യൻ്റ് എന്താണ് ഡിസ്ചാർജ് ആവുന്നത് പറയുന്നു. സോ വി ഹാവ് സം കൺഫ്യൂഷൻ അല്ലേ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ആ ഒരു കൺഫ്യൂഷൻ എന്ന് നോക്കാം, അത് സോർട്ട് ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇവിടെ ഡിസ്ചാർജ് ഹോം എന്നൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ പറയുന്നു പേഷ്യൻ്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കാണ് കത്ത് എഴുതേണ്ടതെന്ന് പറയുന്നു. സോ ഈസ് ദിസ് പേഷ്യൻ്റ് ആക്ച്വലി ഗെറ്റിംഗ് ഡിസ്ചാർജ്ഡ് ഹോം or are we transferring this patient to this rehab center? So we have two questions to solve out. Confusion നമ്മൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. We will keep on reading this. So the patient has review on 21st January to outpatient fracture clinic, need accompaniment and transport. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്ന പ്ലാനിൽ പറയുന്നത്. സോ നമ്മൾ ഇത്രയും വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് the right letter is written to Miss Bond, community rehab center. So we thought നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയത് പേഷ്യന്റ് ഈ പറയുന്ന റീഹാബ് സെന്ററിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു, അതാണ് സാധ്യത കൂടുതൽ. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ റീഹാബ് സെന്ററിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും ആ റീഹാബ് സെന്ററിലേക്ക് തിരിച്ച് ഡിസ്ചാർജ് ബാക്ക് ആണെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ രണ്ട് പോസിബിലിറ്റിയിൽ വർക്കൗട്ട് ചെയ്യാനായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ പ്ലാൻ വായിച്ചിട്ട് പറയുന്നു OT ഹോം റീഅസസ്മെന്റ് ഗ്രാജുവലി ഫോളോവിങ് ഡിസ്ചാർജ് ഹോം. പേഷ്യന്റ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷം OT ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്യണം, ഹോം റീഅസസ്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു നോൺ കേസ് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ പേഷ്യന്റ് റീഹാബ് സെന്ററിലെ റെസിഡന്റ് ആവാനുള്ള സാധ്യത ഇല്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പോൾ ഓൾറെഡി പേഷ്യന്റ് വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. സോ വീട്ടിലേക്ക് വീണ്ടും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം OT അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ, കമ്മ്യൂണിറ്റി റീഹാബ് സെന്റർ അവിടെയുള്ള ഒരാൾക്കാണ് കത്ത് എഴുതേണ്ടതെന്ന് പറയുന്നു. സോ ഇതാണ് കൺഫ്യൂഷൻസ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഇത് ആ ഒരു കൺഫ്യൂഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ റീസൺ വൈ ഐ ഹാവ് ഗിവൻ ദിസ് കേസ് നോട്ട് ടു യു. ഈ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് അല്ലെ, when students have done this question, they have met with the same confusion whether it was a discharge letter as it is given here or whether it is a transfer letter to the community rehabilitation center. So that was a major conflict or confusion students had when they have attended this question. So എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ വായിച്ച് നോക്കിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. So we are not sure whether the patient is getting discharged back to home or whether the patient is getting transferred to this rehab center. ഉത്തരം കിട്ടിയവർക്ക് പറയാം, കിട്ടാറായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു കൺഫ്യൂഷനാണ്. OT ഹോം റീഅസസ്മെന്റ് അറേഞ്ച്ഡ് ഫോളോവിങ് ഡിസ്ചാർജ് ഹോം എന്ന് പറയുന്നു. പിന്നെ റീഹാബ് സെന്ററിലേക്കാണ് റിസീവറിനെ ലെറ്റർ എഴുതുന്നത്. സോ വി ആർ ടോട്ടലി കൺഫ്യൂസ്ഡ് അല്ലേ. നമുക്ക് നോക്കാം. റൈറ്റിംഗ് സബ് ടെസ്റ്റ് നഴ്സിംഗ്, റീഡിംഗ് ടൈം 5, റൈറ്റിംഗ് ടൈം 40, ആൻഡ് ദ പേഷ്യന്റ് നെയിം ഈസ് ടോം ലിയോൺ ആൻഡ് ഹി ഈസ് 84 years old. ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി, റിട്ടയർഡ്, widower, lives alone, sister visits frequently. So sister visits, patient lives alone. I think the patient is living in the home അല്ലേ. കുറച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടി തുടങ്ങുകയാണ്. പേഷ്യന്റ് വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതിൽ നോൺ കേസ് ആവാനുള്ള സാധ്യത ഉണ്ടോ? യു ക്യാൻ ആൻസർ whether there is any chance for this lecture to become a non case. നോൺ കേസ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. Limited physical activity, bathroom upstairs, alcohol 3 units per week, smoking 10 to 15 cigarettes a day. So ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പേഷ്യന്റ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം OT അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് പേഷ്യന്റ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. ഹി ലിവ്സ് അലോൺ. സിസ്റ്റർ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നു. ബാത്റൂം അപ്സ്റ്റേഴ്സ്, ലിമിറ്റഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഓൾറെഡി പേഷ്യന്റ് വീട്ടിലായിരിക്കണം. അതുകൊണ്ട് തന്നെ റീഹാബ് സെന്ററിലെ റെസിഡന്റ് ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇത് നോൺ കേസ് ആവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും തോന്നുന്നു അല്ലേ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ്, ഓർ എഗ്രിമെന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇഫ് യു എഗ്രി യു ക്യാൻ ഗീവ് മീ എ മെസ്സേജ്. ഇഫ് യു ഡിസഗ്രി ഓൾസോ യു ക്യാൻ ഗീവ് മീ കമന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ക്ലിയർ ആണെങ്കിൽ, ക്ലിയർ അല്ലെങ്കിൽ പറയാം കേട്ടോ. ഐ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡിംഗ് ദി കോൺസെപ്റ്റ് ഐ ആം ഡിസ്കസിംഗ് കേട്ടോ. ഇനി മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ സ്കീമിക് ഹാർട്ട് ഡിസീസ് 2011, stent inserted, improved every 8 months evaluation, current medication bill. So there is nothing important from the medical history. And over to the presenting complaints. Let's see what happened to the patient right now. Brought to ED by neighbor.
neighbor ആണ്. വീണ്ടും it proves that this patient is already staying in his home. Fall in the garden. So patient വീട്ടിൽ ഗാർഡനിൽ വീണ് തുറന്ന് നെയ്ബർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. Hits lower limbs pain, right angle swelling, bruises on forehead, disorientation, suspected concussion, X-ray was taken and revealed left lateral malleolus fracture, and brain MRI is normal. All cerebral stroke lesions found. Okay, and the treatment: immobilization, left angle for 6 weeks, paracetamol 500 mg, omeprazole 40 mg, morphine 2 mg, leg elevation, ice packs 4 hourly for 2 days. And the next date is 4th to 7th of Jan. And what happened? He's oriented, walking with frame, concussion improved, keen to go home. Keen to go home. Yes, we'll see. The 8th of January, ready to be discharged, keen to go home. Then not willing to go to rehabilitation center. Finally agreed. ഇത്രയാണ് പറയുന്നത് അല്ലേ? Okay. Not willing to go to rehab center. Finally agreed. Okay, I'm sorry, I was a bit distracted by a call. Okay. Fine. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ the confusion. Let's switch back to the confusion which we are discussing so far. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? We were a bit confused while trying to understand whether it is a transfer letter or discharge letter. While we have gone to the case note or the writing task, it was clearly given that write a letter to Miss Bond, community rehab center. So we thought that this patient, we thought that this was a transfer letter to the rehab center. That was one possibility. And the second possibility was of getting a non-case possibility. If this patient was a resident in the rehab center already, patient rehab center resident already എങ്കിൽ ഒരു പക്ഷേ ഇതൊരു ഡിസ്ചാർജ് ലെറ്റർ ആവാമായിരുന്നു, നോൺ കേസ് ലെറ്റർ ആവാമായിരുന്നു. പക്ഷേ ആ സാധനം നമ്മൾ പൂർണ്ണമായിട്ട് തള്ളി കളഞ്ഞു. കാരണം ഇവിടെ പറയുന്നുണ്ട് പേഷ്യന്റ് ലീവ്സ് അലോൺ, കീൻ ടു ഗോ ഹോം. അതുപോലെ തന്നെ പ്രസന്റിംഗ് കംപ്ലൈന്റ് പറയുന്നുണ്ട് ഹി വാസ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ ബൈ എ നെയ്ബർ. അങ്ങനെ ഒരുപാട് എവിഡൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പേഷ്യന്റ് ഒരു റീഹാബ് സെന്ററിലെ റെസിഡന്റ് അല്ല. ഹി ഈസ് ടേക്ക് അലോൺ ഇൻ ഹിസ് ഹോം and from that home he was taken to the hospital following a fall. So the scenario is very clear. And നമ്മുടെ പ്ലാൻ വായിച്ചപ്പോൾ പറയുന്നു OT home reassessment gradually following discharge home. പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഗ്രാജുവലി ഒക്യുപേഷൻ തെറാപ്പിയുടെ ഹോം റീഅസസ്മെന്റ് നടത്തണമെന്ന് പറയുന്നുണ്ട്. സോ അഗെയിൻ അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. പേഷ്യന്റ് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ റീഹാബ് സെന്ററിലെ കമ്മ്യൂണിറ്റി നേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് പ്രൊവൈഡറിന് കത്ത് എഴുതുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ആ കൺഫ്യൂഷൻ നമുക്കിവിടെ കൃത്യമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് പറയുന്നത്? 8th of January ടുഡേയിൽ പറയുന്നു he is ready to be discharged എന്നാണ് പറയുന്നത് അല്ലേ? ready to be discharged എന്നാണ് പറയുന്നത്. And what does it mean? Does it mean that the patient is getting discharged today? Ready for discharge, he is fit for discharge. If you see these terms in your case notes, it doesn't mean that the patient is getting discharged. He is ready, okay, he is perfectly okay. നിങ്ങൾ OET പ്രിപ്പയർ ചെയ്യുകയാണല്ലേ, എനിക്ക് പറയാം നിങ്ങൾ എക്സാം എഴുതാറായി, റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എക്സാം എഴുതുകയാണെന്നല്ല അല്ലേ? So the same meaning is applicable here. Ready to be discharged means the patient is now perfectly okay for the discharge. But he can be taken anywhere else. Discharge okay ആണ്. And then not willing to go to ഒരു ഇൻഫർമേഷൻ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. Here you can see that keen to go home. അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. സ്റ്റുഡൻസ് എന്ത് വിചാരിക്കും? Keen to go home, then ready to be discharged. താഴെ എന്ത് പറഞ്ഞിരിക്കുന്നു? തൊട്ട് താഴെ OT arranged, OT home reassessment arranged following discharge home. വീക്കിലി ഡിസ്ചാർജ് ആയതിനു ശേഷം ഒക്യുപേഷൻ തെറാപ്പിയുടെ എന്താണ് ഹോം അസസ്മെന്റ് റീഅസസ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ഇൻഫർമേഷൻ. അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് വീടുമായിട്ട് പേഷ്യന്റ് വീട്ടിലേക്ക് ഡിസ്ചാർജ് പോയതിനു ശേഷം ഒക്യുപേഷൻ തെറാപ്പി റീഅസസ്മെന്റ് വേണം
ഇവിടെയാണെങ്കിൽ കീ ടു ഗോ ഹോം എന്ന് പറയുന്നതിലൂടെ പേഷ്യന്റ് വീട്ടിലേക്ക് പോകാൻ കീനാണ്, അല്ലെങ്കിൽ റെഡി ടു ബി ഡിസ്ചാർജ്. ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഇങ്ങനെ വീണ്ടും പേഷ്യന്റ് വീട്ടിലേക്ക് പോകാൻ വളരെ ആഗ്രഹിച്ചിരിക്കുന്നു, ഡിസ്ചാർജ് ആവാൻ റെഡിയാണ്, വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷം ഓക്കുപേഷൻ തെറാപ്പിയുടെ ഹോം അസസ്മെന്റ് വേണം എന്ന് പറയുമ്പോൾ naturally the students will get confused, and most of the students might think that this patient is now getting discharged back to home. അപ്പോൾ നമ്മളിത് തെറ്റിച്ച് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പർപ്പസ്ഫുള്ളി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ക്വസ്റ്റ്യനിലും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് അല്ലേ. ഇങ്ങനെ ഒരു എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് എലമെന്റ്സ് അവർ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ലൈവ് സെഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോഴും കുട്ടികൾ വന്നിട്ട് സാർ വി ഹാവ് ഡൺ സിമിലർ ക്വസ്റ്റ്യൻ ടു ദിസ് പ്രീവിയസ്ലി, ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിലും റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിലും only change was regarding the name of the patient എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു. കാരണം ഓൾറെഡി ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിലുള്ള ട്രാപ്പുകളും കാര്യങ്ങളും ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. സോ അതൊക്കെ വളരെയധികം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അവർ തയ്യാറാക്കിയപ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്ന ട്രാപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും അല്ലേ, അടുത്ത പോയിന്റ് വായിച്ചാൽ ആ കൺഫ്യൂഷൻ മാറേണ്ടതാണ് അല്ലേ. നോട്ട് വില്ലിംഗ് ടു ഗോ ടു റീഹാബ് സെന്റർ. അപ്പോൾ റെഡി ഫോർ ഡിസ്ചാർജ്, പേഷ്യന്റ് ഡിസ്ചാർജിനൊക്കെ ഓക്കെയാണ്, വീട്ടിൽ പോകാൻ പേഷ്യന്റിനും ആഗ്രഹമുണ്ട്, വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം OT അറേഞ്ച് ചെയ്യണം, എല്ലാം ശരിയാണ്. പക്ഷേ ഇദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം ഇപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് മറ്റൊരാളുടെ കെയർ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്ത് പറയുന്നു, നോട്ട് വില്ലിംഗ് ടു ഗോ ടു റീഹാബിലിറ്റേഷൻ സെന്റർ. പേഷ്യന്റ് റീഹാബ് സെന്ററിലേക്ക് പോകാൻ വില്ലിംഗ് അല്ല. ആൻഡ് ഫൈനലി he or she has agreed. എന്താണ്, റീഹാബ് സെന്ററിലേക്ക് പോകാൻ നോട്ട് വില്ലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനീഷ്യലി പേഷ്യന്റ് നോട്ട് വില്ലിംഗ് ടു ഗോ ടു റീഹാബ് സെന്റർ. അപ്പോൾ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ പേഷ്യന്റ് റീഹാബ് സെന്ററിലേക്ക് പോകാൻ വില്ലിംഗ് അല്ല, അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഡിസ്ചാർജ് ആയി തന്നെ പോകുമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അല്ലേ, എന്തൊരു രീതിയിലൊക്കെയാണ് അവർ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ. സോ ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് എലമെന്റ്സ് വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഇവിടെ എത്തുമ്പോഴാണ് കാര്യം പറഞ്ഞത് അല്ലേ. എന്താ പറയുന്നത്, ഫൈനലി എഗ്രീഡ് എന്നാണ് പറയുന്നത് അല്ലേ. കേട്ടോ, ഫൈനലി എഗ്രീഡ്. യെസ്, ഫൈനലി എഗ്രീഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ, പേഷ്യന്റ് ഓക്കെ ഡിസ്ചാർജിന് ഫിറ്റ് ആണ്. ഇപ്പോൾ വീട്ടിലാരെങ്കിലും നോക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് ബീൻ ഡിസ്ചാർജ് ഹോം. പക്ഷെ ഇവിടെ എന്ത് പറയുന്നത്, ചെയ്യുന്നില്ല, പേഷ്യന്റ് കീനാണ് വീട്ടിൽ പോകാനൊക്കെ, അല്ലെങ്കിൽ വീട്ടിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം OT റീഅസസ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പം നമ്മൾ എന്ത് പറയുന്നു, നിലവിൽ ഒരു റീഹാബ് സെന്ററിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓക്കെ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. സോ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം. ഓക്കെ, ഈസ് ദിസ് ക്ലിയർ, ഈസ് ദിസ് കൺഫ്യൂഷൻ ക്ലിയർ? സോ ദിസ് വാസ് ദ സോൾ റീസൺ വൈ ഐ ഹാവ് given this case note for discussion today. So ക്ലിയർ ആണെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. ഐ വിൽ ബി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, സോ ഈസ് ദിസ് കൺഫ്യൂഷൻ ക്ലിയർ ടു ഓൾ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതൊരു ട്രാൻസ്ഫർ ലെറ്റർ ആണോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ലെറ്റർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും മാറി എന്ന് വിശ്വസിക്കുന്നു. സോ ഐ വിൽ ബി ഹാപ്പി ടു see your messages. Yes, clear. Litti, yes. Anu, yes, clear. Okay. Clear ആണെന്നാണ് പറയുന്നത്. Okay, fine. Nice to hear that. Yes, clear, sir. Juliet, yes. Clear, Maria. Okay, fine. Okay. Clear ആണ്, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പറയുന്നു. If you have any doubts, you can ask us. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. So apart from this case note is very simple. And now, yes, good evening, Amita. Yes, clear. Yes, fine, thank you. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ ആൻസർ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. സോ I think now we will move on to the model answer straight away. So here we go. Okay, so the layout, let's leave it as usual. So the introduction is this: Mr. Tom Leon, an 84-year-old. So don't forget about the hyphenation.
An 84-year-old requires ongoing care and monitoring at your facility. He is recuperating from left lateral malleus fracture. So, additional to very simple introduction. The name of the patient, age category has been mentioned, an ongoing care and management. He is recovering from so and so. This is all I have written in the introduction. Yes, and moving on to the first body paragraph. Mr. Leon was brought to the hospital 5 days prior following a fall. Okay, so the time has been mentioned in a different way. 5 days prior, or you can mention the exact date as such. During admission, he had right angle swelling. He had swelling. It is not he has. During admission, he had swelling. Currently, he has swelling. I think this is a mistake that I could see among students. Yes, yes, clear. Okay, fine. He had right angle swelling, lower limb pain, and bruises over his forehead. Consequently, an X-ray was performed which depicted the above mentioned diagnosis. Therefore, he has been managed conservatively with medications as well as other medical interventions. Despite the good outcomes from the treatment modalities, Mr. Leon requires walking frame assistance. Currently, he is well oriented and is fit for discharge. And the last paragraph, pertaining to the above mentioned circumstances, it would be appreciated if you could render continuing care and assessment for Mr. Leon. Kindly evaluate his medication along with the likely risk of fall. It is vital to encourage him to change the frame to stick as his walking aid gradually. Of note, an occupational therapist visit is arranged for him for home reassessment as he has limited physical activity. In addition, please arrange a companion and transport facility for him to attend the review after 13 days. Your expert care and management would benefit Mr. Lyon to enhance his current situation. So this is the case note and the explanation to the case note. And now I have presented the model answer as usual. So എത്രത്തോളം നമ്മൾ പാരാഫ്രൈസിംഗിലും കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പാരാഫ്രൈസിങ്, അല്ലെങ്കിൽ പുതിയ പുതിയ സെൻറ്റൻസുകൾ ഡിസ്പൈറ്റ് കൂട്ടിയുള്ള അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഈ നമ്മുടെ മോഡൽ ആൻസേഴ്സ് വായിക്കുന്നതിലൂടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി ഗുഡ് ഡിസ്കഷൻ. വി ഹാവ് മോർ ദാൻ 400 viewers in the Facebook. Thank you for the support, and we'll see you next Wednesday with another exciting case note with the discussion. And tomorrow you have a reading live session as usual by Pooja ma'am at 12 p.m. And till then, see you all. Bye.